എല്ലാ ചടങ്ങുകൾക്കും ശേഷം വിവാഹത്തിനും റിസപ്ഷനും തമിഴ് വിവാഹത്തിനും ഒക്കെ ശേഷം നടി അനുമോൾ ഇപ്പോഴിതാ ഭുവനേഷിൻ്റെ തിരുവനന്തപുരത്തെ ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഭുവനേഷ് വന്ന് താമസമായിട്ട് ഏകദേശം 2 വർഷമാകുന്നുവെന്നും പലപ്പോഴായി താൻ ഇവിടെ വന്നു പോകാറുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് ഇതിൻ്റെ ഓരോ മുക്കും മൂലയും എനിക്ക് വളരെയധികം സുപരിചിതമാണെന്നും അനുമോൾ പറയുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് അനുമോളുടെ തുറന്നുള്ള സംസാരത്തെ മനസ്സിലാക്കുന്നത്. ഭുവനേഷുമായിട്ടുള്ള അടുപ്പം അപ്പോൾ കുറച്ചധികം നാളുകളായി എന്നും വളരെയധികം നല്ല സൗഹൃദം ആയിരുന്നു ഇവർ തമ്മിലെന്നും മനസ്സിലാകുന്നുണ്ട്. തമിഴാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശമെങ്കിലും തിരുവനന്തപുരത്ത് വന്നിട്ട് ഏറെ നാളുകളായി എന്ന് അനുമോൾ രേഖപ്പെടുത്തുന്നു. തിരുവനന്തപുരത്തെ ഈ ഫ്ലാറ്റിൽ ഇത്രയും നിലയിൽ എനിക്ക് കാണാപാഠമാണ്. ഇതിൻ്റെ ഓരോ സ്വിച്ചുകളും എനിക്കറിയാം. ഞാനിവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. എൻ്റെ ഭക്ഷണം ഇയാൾക്ക് വളരെയധികം ഇഷ്ടമാണ്. തമിഴ്നാട്ടിലെ ചില കറികളൊക്കെ കഴിക്കുമ്പോൾ ഏതു നേരം ഞാൻ ഫോൺ ചെയ്യുമ്പോഴും ഭുവനേഷിന് ഗ്യാസ് അഥവാ ഏമ്പക്കം വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം മാറിയത് ഇപ്പോഴാണ്. ഞാൻ നല്ല വയർ ക്ലിയർ ആകാനുള്ള എല്ലാ പൊടിക്കൈകളും ചേർത്താണ് ഭക്ഷണം ഉണ്ടാക്കുക. അത് കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ പ്രശ്നം വരുന്നില്ല. ഇവിടെ വന്ന് ഞാൻ ഉണ്ടാക്കുമ്പോഴാണ് അത് കുറഞ്ഞു വരുന്നത്. ഞങ്ങളത് ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഇവിടെ ഞാൻ പല ദിവസങ്ങളിൽ തന്നെ വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഈ ഫ്ലാറ്റ് കാണാപാഠമാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നു എന്ന് കൂടി കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇത് ഏറ്റെടുക്കുന്നത്. ആരാധകരുടെ പ്രീതിയും വളരെയധികം നന്നായി ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ഇപ്പോൾ അനുമോളുടെ ഈ ബന്ധത്തെപ്പറ്റി നല്ലത് മാത്രമാണ് പ്രേക്ഷകർ പങ്കുവെക്കുന്നത്. ഇപ്പോഴിതാ അനുമോൾ ഭുവനേഷിൻ്റെ വീട്ടിൽ വന്നു കയറിയതിന് സമയം തന്നെ പിന്നാലെ ഫ്ലാറ്റിലെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ്. എനിക്കിതൊരു പുതിയ ഇടമല്ല. അങ്ങനെ പുതുതായി കയറി വരുന്നതിൻ്റെ ഒരു തോന്നലും എനിക്കില്ല. അതൊന്നും തോന്നാത്തതിന് മുൻപ് ഞാൻ കണ്ടതുകൊണ്ടായിരിക്കാം. എനിക്കിവിടെ എന്തൊക്കെ ഉണ്ടെന്നറിയാം, എന്തൊക്കെ ഇല്ല എന്നറിയാം, എന്തൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നറിയാം, എവിടെയാണ് വയ്ക്കേണ്ടതെന്നറിയാം. എനിക്കിതൊന്നും ആരും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. ഇതെനിക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. അതും ഒരു വലിയ സഹായം തന്നെയാണ് എന്ന് പറയാം. അമ്മയുമായി വളരെയധികം അടുപ്പമുള്ള വ്യക്തിയാണ് ഭുവനേഷ്. അത് കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോഴിത് അമ്മയുമായി കൂടുതൽ അടുപ്പം അനുവിനാണ്. അനുവാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മയോടൊപ്പം പറയുകയും ചെയ്യുന്നത്. വ്ളോഗിൽ തന്നെ അമ്മയും മരുമോളും തമ്മിലുള്ള സ്നേഹം കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നു. എന്നും ഇതേ സന്തോഷത്തോടെ നിൽക്കാൻ സാധിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് മാറുന്നുണ്ടെന്നും അനുമോളുടെ സ്നേഹം തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാവുന്നതെന്നും പ്രേക്ഷകർ കുറിക്കുകയും അതോടൊപ്പം പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.